ഹായ്, അസ്സലാമു അലൈക്കും. ഇത് ഞായറാഴ്ച ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. ഞായറാഴ്ച ലഞ്ച് ഒരു സ്പെഷ്യലാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട്. ഈദൊക്കെ ആയില്ലേ, അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഷോപ്പിങ്ങൊക്കെ നടത്തി അതിൻ്റേതായ സാധനങ്ങളുമൊക്കെ വാങ്ങിയതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ കണ്ടോക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഫ്രൈഡ് റൈസിനുള്ള അരി വേവിക്കുകയാണ്. ഫ്രൈഡ് റൈസിന് നേരത്തെ വേവിച്ച് വെച്ചാൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ രാവിലെ ഞാൻ ഒരു ചെറിയ കടിയാണ് ഉണ്ടാക്കി. എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റിയ കട്ടിപ്പത്തിരി ഉണ്ടാക്കി. കാരണം അതിലേക്ക് മീൻകറി, തലേന്നത്തെ മീൻകറി ഉണ്ട്. അപ്പോൾ ഇവിടെ കട്ടിപ്പത്തിരി മീൻകറി ആയാൽ വേഗം എളുപ്പം ഉണ്ടാക്കി കഴിയല്ലോ. പിന്നെ കുട്ടികൾക്ക് അതിലേക്ക് തേനുമാണ് ഇഷ്ടം. അപ്പോൾ കട്ടിപ്പത്തിരി ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ ബാക്കി പണി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായി ചിക്കന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് കായം തേച്ച് വെച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട്, പിന്നെ ക്യാരറ്റ്, ബീൻസ്, സ്പ്രിങ് ഓണിയൻ ഇതൊക്കെ ചെറുതാക്കി കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ച്, അതൊക്കെ ഞാൻ കട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ എല്ലാം കട്ട് ചെയ്ത് വെച്ച്. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നോക്കി. ചോറൊക്കെ ആദ്യം വേവിച്ച് വെച്ചുകൊണ്ട് ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ളത് എളുപ്പമാക്കാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ബിരിയാണി പോട്ടിലേക്ക് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയത് അതാദ്യം ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ച്. അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പാത്രങ്ങളും നമുക്കധികം ആക്കാതെ തന്നെ വേഗം ഉണ്ടാക്കാൻ പറ്റും. ഈ പോട്ടിൽ തന്നെ നമുക്കെല്ലാം വേവിക്കാൻ. അത് ഞാൻ ഇന്ന് പോകാനുള്ളത് കൊണ്ട് എളുപ്പത്തിന് അങ്ങനെയാണ് ചെയ്തതാണ്. അപ്പോൾ ആദ്യം ചിക്കൻ വേവിച്ചു. അതൊന്നായി വരുമ്പോഴേക്കും ഇതിലേക്ക് ചില്ലി ചിക്കൻ കറി ഉണ്ടാക്കണമല്ലോ. അത് മറ്റേ അടുപ്പുമലും വെച്ച് ചിക്കൻ ഞാൻ തലേന്ന് കായം തേച്ച് വെച്ചിരുന്നേ, അതവിടെ പൊരിക്കണമുണ്ട്. ഫ്രൈഡ് റൈസിലേക്കുള്ള ചിക്കൻ വെന്തതിന് ശേഷം അതിലേക്ക് ബീൻസും ക്യാരറ്റും ഇട്ട് വേവിച്ച് അതിൽ കുറച്ച് ഉപ്പും ഇട്ട് കുരുമുളക് പൊടി ഇട്ട് വേവിക്കുകയാണ് വെച്ച്. ഇങ്ങനെ എളുപ്പത്തിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. മറ്റേത് ക്യാരറ്റ് വേറെ ബീൻസ് വേറെ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോഴേക്കും ടൈമും ആവും, പാത്രങ്ങളും ഒരുപാടാവും. ഇതാകുമ്പോൾ ഒറ്റ പാത്രത്തിൽ തന്നെ എല്ലാ പണിയും കഴിക്കാൻ പറ്റും. ഇതിനിടയിൽ ചിക്കന് അവിടെ പൊരിക്കുന്നുണ്ട്, അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. ചിക്കന് ഞാൻ മുളകും പൊടി, കാശ്മീരി മുളക് പൊടിയും ചില്ലി സോസും സോയാ സോസും ടൊമാറ്റോ സോസും കുറച്ച് വിനീഗറും ചേർത്ത്, ഒരു മുട്ടയും കോൺഫ്ലവർ 2 ടീസ്പൂണും വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ഗരം മസാലപ്പൊടിയും ചേർത്ത് തലേന്ന് തന്നെ ഞാൻ കുഴച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ വേഗം എടുത്ത് പൊരിക്കാൻ പറ്റി. ഈ ഫ്രൈഡ് റൈസിലേക്ക് മുട്ട 4 എടുത്ത് അതിൽ കുരുമുളക് പൊടി ഉപ്പ് ഇട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഇതിലൊഴിക്കുക. എന്നിട്ട് പാർന്ന ഉടനെ തന്നെ നല്ലോണം മിക്സ് ചെയ്യുക. അത് പെട്ടെന്ന് തന്നെ ചിക്കി എടുക്കുക. അതെല്ലാം വെവ്വേറെ ആയതിനു ശേഷം ക്യാപ്സിക്കം, സ്പ്രിങ് ഓണിയനും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു ക്യാപ്സിക്കമാണ് ഇട്ട് കുറച്ച് സ്പ്രിങ് ഓണിയനും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് വലിയ ഉള്ളിയോ വെളുത്തുള്ളി ഇഞ്ചോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അതിലേക്ക് സോയാ സോസും 3 ടീസ്പൂണോളം ചേർത്തു. പിന്നെ ഗ്രീൻ ചില്ലി സോസ് 2 ടീസ്പൂണും ചേർത്ത് മിക്സ് ചെയ്യുക. എല്ലാം കൂടി നല്ല മിക്സ് ചെയ്ത് അതിൽ കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഈ ടൈമിലെല്ലാം ചേർത്തതിന് ശേഷം ചോറ്, നമ്മൾ വേവിച്ച് വെച്ച ഫ്രൈഡ് റൈസിൻ്റെ ചോറ് ചേർക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ 2 സൈഡിലും പിടിച്ചിട്ട് നല്ല അടിയിൽ നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചില്ലി ചിക്കൻ്റെ ഗ്രേവി ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ആ എണ്ണയിൽ വെളുത്തുള്ളിയും വലിയ ഉള്ളിയും ക്യാപ്സിക്കവും സ്പ്രിങ് ഓണിയനും ഇട്ട് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് ഇട്ടിട്ട്
ഒരു സോസ് ചേർക്കുക, 2 സ്പൂൺ കോൺഫ്ലോർ, 2 സ്പൂൺ സോയ സോസ്, 2 സ്പൂൺ ടൊമാറ്റോ സോസ്, 2 സ്പൂൺ ചില്ലി സോസും കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഈ ഫ്രൈ ചെയ്ത ചിക്കൻ്റെ മേലെ ഒഴിച്ച് ഗ്രേവി ആക്കി എടുക്കുക. അതിന് ശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടമായി ഗ്രേവിയും ഫ്രൈഡ് റൈസും ഒക്കെ. ഞാനിങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ തലേന്ന് തന്നെ മാംഗോ കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം ഞങ്ങൾ പോയി കോഴിക്കോടേക്കാണ് പോയത്. മോളെയാണ് വണ്ടി ഓടിപ്പിക്കണേ. വണ്ടി ചേളാരി തൊട്ട് ഹൈവേമ്മ കയറി കഴിഞ്ഞാൽ പിന്നെ അവളെ കൊണ്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് പോകുമ്പോഴല്ലേ അവൾ ഓടിക്കാൻ കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാനിപ്പോൾ കുറച്ചായിട്ടാണ് ഞാൻ ഇങ്ങനെ സൗണ്ടൊക്കെ കൊടുക്കാൻ തുടങ്ങിയത്. ഇതിൻ്റെ മുന്നേയൊക്കെ ഞാൻ സൗണ്ടൊന്നും കൊടുക്കാറില്ലായിരുന്നു. ഞാൻ വെറും വീഡിയോസും മ്യൂസിക്കും മാത്രമായിട്ട് കൊടുക്കലുള്ളായിരുന്നു. ഇതുപോലെ ഫുഡ് ഐറ്റംസൊന്നും അങ്ങനെ കൊടുക്കാറില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറേ ആയി വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. ആദ്യം ഞാൻ വെറുതെ ഇട്ടുകൊണ്ടിരുന്നതായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ ഞാൻ കാര്യമായിട്ട് ഇടാൻ തുടങ്ങി. ആദ്യം ഷോർട്സ് ആയിരുന്നു കൂടുതൽ ഇട്ടിരുന്നത്, ഇതുപോലെ വ്ളോഗ്സൊന്നും ഇട്ടിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനി എന്തായാലും വേണം. എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തന്നെ ആയിട്ട് വേണം. ഞങ്ങൾ കോഴിക്കോട് കല്യാണിലാണ് പോയത്. അവിടെ പോയപ്പോൾ ഞങ്ങൾ കയറില്ല. അപ്പോൾ ഒന്ന് എല്ലാം ഒന്ന് കാണാൻ വേണ്ടി അങ്ങനെ കയറിയതാണ്. പക്ഷേ ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ വിചാരിച്ച ഐറ്റംസൊന്നും അവിടെ കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് കുറച്ച് ഫാൻസി ഐറ്റംസ്, കുറച്ച് ഓഫറൊക്കെ ഉണ്ട് അവിടെ കേട്ടോ. അങ്ങനെയൊക്കെ അതൊക്കെ ഒന്ന് വാങ്ങി പോന്ന്. പിന്നെ ഞങ്ങൾക്ക് സ്ഥിരം ഞങ്ങൾ പോകുന്ന ഷോപ്പിക്കയിലാണ് കയറിയത്. എങ്ങനെ നോക്കിയാലും തിരിഞ്ഞ് മറിഞ്ഞ് ഞങ്ങൾ ഷോപ്പിക്കേക്ക് തന്നെ എങ്ങനെയായാലും എത്തുക. അവിടെ ചെല്ലുമ്പോഴാണ് ഞങ്ങൾക്ക് അത് സെലക്റ്റായി കിട്ടുള്ളൂ. എന്തായാലും അവിടുന്ന് തന്നെ എനിക്കും കിട്ടി, സെലക്റ്റായി കിട്ടി. എനിക്ക് സിമ്പിളായിട്ടൊരു ഡ്രസ്സ് എടുക്കണം അത്രേ ഉള്ളായിരുന്നു. വലിയ പൊലിമൊന്നും ഇല്ലാത്ത ഡ്രസ്സ് എടുക്കണമെന്നായിരുന്നു. ഷോപ്പിങ്ങിൽ പോയാൽ ഞങ്ങൾക്ക് ഏതൊരു ടെക്സ്റ്റൈൽസ് പോലെയല്ല, അവിടെ പോയി കഴിഞ്ഞാൽ നല്ലൊരു സെലക്ഷനായിട്ട് നമ്മളെ മനസ്സിനിണങ്ങിയതൊന്ന് കിട്ടും. ഇതുപോലെ ഷോപ്പിക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ 5:30 അവിടെ തന്നെ തിരിച്ചു. പക്ഷേ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും ഭയങ്കര ബ്ലോക്കായിരുന്നു. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ബ്ലോക്ക്. 2 മണിക്കൂറോളം അവിടെ നിൽക്കേണ്ടി വന്ന്. അതിൻ്റെ കൂടെ മഴ ഇടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല കണ്ട് ആസ്വദിച്ചിട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനാണെങ്കിൽ ആകെ വിശന്നിരുന്ന്. പക്ഷെ അധികം കനത്തിൽ വേണ്ടേനും ലൈറ്റായിട്ടൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായ കുടിച്ചു. അതിക്ക് സാൻഡ്വിച്ചും കഴിച്ച് ഞങ്ങൾ പരപ്പനങ്ങാടിയുള്ള സ്റ്റുഡിയോയിൽ പോയി. അവിടെ ചെരുപ്പ് എടുക്കണമായിരുന്നു. ചെരുപ്പും എടുത്ത് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ മോനിക്കൊരു ഷർട്ടും എടുത്ത് അതും എടുത്തിട്ടാണ് പോയത്. പക്ഷേ ഷർട്ട് എടുക്കുന്നൊന്നും ഞാൻ കാണിക്കാൻ നിന്നില്ല. അപ്പോഴേക്കും ടൈം ഒരുപാടായിരുന്നു. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീഡിയോ കണ്ടാൽ കാണുന്നവരൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരു കമൻറ്റെങ്കിലും ഇട്ട് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.